മുഖ്യമന്ത്രിയുടേത്. നിയന്ത്രണം പാർട്ടിക്കില്ലെന്ന് വിമർശനം. UDF സർക്കാരിൽ കോൺഗ്രസ് പോര് കടുക്കുന്നു. KPCC യോഗം വിളിക്കണമെന്ന ആവശ്യം ശക്തം. വിഴിഞ്ഞം മുതൽ മദ്യനയം വരെ VD സതീശന് നേരെ സ്വന്തം ക്യാമ്പിൽ നിന്നുള്ള സമ്മർദ്ദം ഉയരുന്നു. സംസ്ഥാനത്ത് UDF സർക്കാർ അധികാരത്തിലെത്തി മാസങ്ങൾ പിന്നിടുമ്പോൾ അസ്വാരസ്യങ്ങൾ പുകയുന്നു. മുഖ്യമന്ത്രി VD സതീശന്റെ ഭരണശൈലിയെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ അതൃപ്തി ശക്തമാവുകയാണ്. സർക്കാരിന്റെ പ്രധാന നയപരമായ തീരുമാനങ്ങളിൽ പാർട്ടിയെ വിശ്വാസത്തിൽ എടുക്കുന്നില്ലെന്ന ആരോപണവുമായി ഒരു വിഭാഗം നേതാക്കൾ പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട്. KC വേണുഗോപാലായി അടുപ്പമുള്ള I ഗ്രൂപ്പ് നേതാക്കളാണ് ഇപ്പോൾ സർക്കാരിനെതിരെ വിമർശനം ശക്തമാക്കുന്നത്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ശേഷാദ്രിനാഥനെ നിയമിച്ച നടപടിക്കെതിരെ KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് കടുത്ത ഭാഷയിൽ കത്ത് നൽകിയിരുന്നു. അതിനു പിന്നാലെ സർക്കാരിന്റെ നയങ്ങൾ ചർച്ച ചെയ്യാൻ അടിയന്തര KPCC നേതൃയോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട ജനറൽ സെക്രട്ടറി MR അഭിലാഷും രംഗത്തെത്തി. 2 ആഴ്ചയ്ക്കുള്ളിൽ KPCC നേതൃയോഗം ചേരുമെന്നാണ് സൂചന. മുഖ്യമന്ത്രിക്കെതിരെ തുറന്ന പോരാട്ടത്തിന് ഹൈക്കമാൻഡ് ഇതുവരെ അനുമതി നൽകിയിട്ടില്ലെങ്കിലും സർക്കാരിന്റെ ഏകപക്ഷീയ തീരുമാനങ്ങളോടുള്ള പാർട്ടിയുടെ അതൃപ്തി വ്യക്തമാക്കുകയാണ് ഈ നീക്കങ്ങളുടെ പ്രധാന ലക്ഷ്യം. തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനം, ദേവസ്വം പ്ലീഡർ നിയമനം, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്ന ധനബിൽ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിൽ പാർട്ടി ഫോറങ്ങളിൽ യാതൊരു ചർച്ചയും നടന്നില്ലെന്നാണ് പ്രധാന പരാതി. നിയമസഭയിൽ പ്രതിപക്ഷം ഈ വിഷയങ്ങൾ ഉയർത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമ്പോൾ പോലും പാർട്ടി നേതാക്കൾക്ക് മുൻകൂട്ടി വിവരമില്ലായിരുന്നുവെന്നാണ് ആക്ഷേപം. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പാർട്ടിയും സർക്കാരും തമ്മിൽ സ്ഥിരമായ ഏകോപനം ഉറപ്പാക്കുന്ന ഉന്നതതല സമിതി രൂപീകരിക്കണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. അല്ലാത്ത പക്ഷം സർക്കാരിന്റെ വീഴ്ചകൾക്ക് പാർട്ടി മറുപടി പറയേണ്ടി വരുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതിനിടെ വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ 49% ഓഹരി വിദേശ കമ്പനിക്ക് കൈമാറാനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കത്തിനെതിരെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ശക്തമായ നിലപാട് സ്വീകരിച്ചതും രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പോലെ കേരളത്തിൽ അദാനിയുടെ താൽപര്യങ്ങൾ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും UDF സർക്കാർ അദാനി അനുകൂല നിലപാട് സ്വീകരിക്കരുതെന്നും വേണുഗോപാൽ വ്യക്തമാക്കിയിരുന്നു. ഇത് മുഖ്യമന്ത്രിക്കുള്ള പരോക്ഷ മുന്നറിയിപ്പായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതേസമയം KPCCക്ക് മുഴുവൻ സമയ പ്രസിഡന്റ് ഇല്ലാത്തതും സംഘടനയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. നിലവിലെ പ്രസിഡന്റ് സണ്ണി ജോസഫ് മന്ത്രിസ്ഥാനത്തിന്റെ തിരക്കുകൾക്കിടയിൽ അത്യാവശ്യ കാര്യങ്ങൾ മാത്രമാണ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് വിമർശനം. ഇതോടെ പാർട്ടി സംവിധാനം സജീവമല്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. പുതിയ KPCC പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള അനൌദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഗ്രൂപ്പ് തർക്കങ്ങൾ കാരണം തീരുമാനമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി സർക്കാരിൽ കൂടുതൽ നിയന്ത്രണം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നതെന്ന വിലയിരുത്തലും പാർട്ടിക്കുള്ളിലുള്ളത്. എന്നാൽ ഇത്തരം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന നിലപാടാണ് മുഖ്യമന്ത്രി VD സതീശൻ സ്വീകരിച്ചിരിക്കുന്നത്. നിയമസഭയിലെ ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ ദൈനംദിന ഭരണകാര്യങ്ങളിൽ പാർട്ടി ഓഫീസായ ഇന്ദിരാഭവന്റെ അനാവശ്യ ഇടപെടൽ അനുവദിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഈ നിലപാടാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളെ കൂടുതൽ അസ്വസ്ഥരാക്കിയത്. വരാനിരിക്കുന്ന KPCC നേതൃയോഗത്തിൽ പാർട്ടി സർക്കാർ ബന്ധം, ഏകോപനക്കുറവ്, സർക്കാരിന്റെ തീരുമാനങ്ങൾ എന്നിവ ചർച്ചയാകുമ്പോൾ കോൺഗ്രസിനുള്ളിലെ ഭിന്നത കൂടുതൽ പരസ്യമാകുമെന്ന സൂചനകളാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. ഏതായാലും പുതിയ സർക്കാർ അധികാരത്തിലെത്തി വെറും മാസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ തന്നെ തർക്കങ്ങൾ മുറുകുന്നത് നേതാക്കന്മാരെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തിയിരിക്കുകയാണ്.